ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുൻപത്തെ ഒരു വീഡിയോയിൽ Kdenlive എന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നതും ഇൻസ്റ്റാൾ ചെയ്യുന്നതും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Kdenlive എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വീഡിയോകൾ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിനുശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനുവേണ്ടി ഞാൻ ഇവിടെ Kdenlive എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നു. ഇത് ഓപ്പൺ ചെയ്താൽ ഇതുപോലെയായിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ്. അത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോയിൽ പറഞ്ഞതാണ്. ഇനി നമുക്ക് നോക്കാം ഇതിലേക്ക് എങ്ങനെയാണ് വീഡിയോസ് ആഡ് ചെയ്യുന്നത്, അതേപോലെ വീഡിയോ ട്രിം ചെയ്യുന്നത്, സൗണ്ട് എങ്ങനെ ആഡ് ചെയ്യാം, അതുപോലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അതിനു മുൻപ് ഞാൻ 2 വീഡിയോ നിങ്ങൾക്ക് കാണിക്കാം. ഇതൊന്ന് മിനിമൈസ് ചെയ്യുന്നു. ഇവിടെ 2 വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഫ്രെയിം വിഡ്ത്ത് 3840 ഫ്രെയിം ഹൈറ്റ് 2160. ഇനി ഇതിൻ്റെ സെക്കൻഡ് വീഡിയോൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കാം. ഇത് 1920, അതായത് ഫ്രെയിം വിഡ്ത്ത് 1920 ഫ്രെയിം ഹൈറ്റ് 1080. ഈ 2 വീഡിയോയുമാണ് നമ്മൾ ഇന്ന് എഡിറ്റ് ചെയ്ത് കൂട്ടി യോജിപ്പിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ Kdenlive ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഇതിലേക്ക് വീഡിയോ ആഡ് ചെയ്യുന്നതിന് ഇവിടെ വന്നിട്ട് അതിനു മുൻപ് വേറൊരു കാര്യം കൂടെ നോക്കാം. നമുക്ക് നമ്മുടെ ഷീറ്റ്, അതായത് നമ്മൾ വീഡിയോ സെറ്റ് ചെയ്യുന്നതിന് ഏത് ഫ്രെയിം വിഡ്ത്തിലാണോ സെറ്റ് ചെയ്യുന്നതിന് അതിന് നമ്മളിവിടെ ഫസ്റ്റ് ഇവിടെ വന്നിട്ട് ന്യൂ കൊടുക്കണം. ന്യൂ കൊടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 4K, ഫുൾ HD, 4K UHD, 4K DCI, 2.5K QHD, ഫുൾ HD. ഞാനിവിടെ ഫുൾ HD ആണ് എടുക്കുന്നത്. ഫുൾ HD എടുത്ത് ഈ താഴെ കാണുന്ന 1080 എന്നത് സെലക്ട് ചെയ്ത് OK കൊടുക്കുന്നു. ഇനി നമ്മൾ ചെയ്യുന്ന വീഡിയോ ആ സൈസിലായിരിക്കും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് എങ്ങനെയാണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോയും ഓഡിയോയും ആഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി ഈ കാണുന്ന പ്രൊജക്റ്റ് ബിൻ എന്ന ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ വീഡിയോസ് എവിടെയാണോ കിടക്കുന്നത്, അതായത് നമുക്ക് ആഡ് ചെയ്യേണ്ട വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ എവിടെയാണോ കിടക്കുന്നത് അത് ബ്രൗസ് ചെയ്യുക. ഉദാഹരണത്തിന് എൻ്റേത് ഡെസ്ക്ടോപ്പിലാണ് ഉള്ളത്. ഡെസ്ക്ടോപ്പിൽ വീഡിയോസ് എന്ന ഫോൾഡറിലാണ് ഉള്ളത്. ഞാൻ ഇത് 3 ഇതുപോലെ കൺട്രോൾ പിടിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം OK കൊടുക്കുന്നു. ഇത് 3 ഇതിലേക്ക് ആഡ് ആയി കഴിഞ്ഞു. ഇതിന് നമ്മുടെ 4K വീഡിയോ ആണ് നമ്മളുടെ കയ്യിലുള്ളത്. അത് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ആ സൈസിലേക്ക് കൺവേർട്ട് ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത്. സ്വിച്ച് കൊടുക്കുക. അതും കൺവേർട്ട് ആയി കഴിഞ്ഞു. അപ്പോൾ 2 വീഡിയോയും ഒരു ഓഡിയോയും ഇതിലേക്ക് ഓൾറെഡി ആഡ് ആയി കഴിഞ്ഞു. ഇനി ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇത് ഞാൻ 3 സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നു. ഈ ഫോൾഡർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലെ സെലക്ട് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇട്ടാലും മതി. അത് 3 വീണ്ടും ഇതിലേക്ക് ആഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ടൈം ലൈനിലേക്ക് അത് കൊണ്ടുവരണം. അതിനൊന്നുമില്ല, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് നമ്മുടെ ടൈം ലൈൻ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ചെറുതാക്കാം. ഇനി അടുത്ത വീഡിയോയും ഇതുപോലെ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 വീഡിയോയും ടൈം ലൈനിലേക്ക് വന്നു കഴിഞ്ഞു. അത് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇതൊന്ന് പ്ലേ ചെയ്യിച്ച് നോക്കാം. ഇത് പ്ലേ ആവുന്നുണ്ട്.
ഞാൻ സ്റ്റോപ്പ് അടിക്കുന്നു. ഇനി നമുക്ക് ഈ വീഡിയോയുടെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കണം. നമുക്ക് എക്സാമ്പിൾ ഇവിടെ ഈ ഒരു 15 സെക്കൻഡിൽ നിന്നും മതി, 15 സെക്കൻഡ് വരേക്കും മതി എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഇനി ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കണം. നമ്മൾ സൂം ചെയ്യുന്നു. ഒന്ന് ഈ കത്രികയുടെ ചിഹ്നം എടുത്ത് ഇവിടെ വന്ന് കട്ട് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും സെലക്ഷൻ ടൂൾ എടുത്ത് ഇത് സെലക്ട് ചെയ്യുന്നു. ഇത് ഞാൻ ഡിലീറ്റ് കൊടുക്കുന്നു. അപ്പോൾ അത് ഡിലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ഇത് ഇതുപോലെ ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ രണ്ട് വീഡിയോയും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു. ഫസ്റ്റ് വീഡിയോയുടെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കി. നമുക്ക് വേണ്ട എത്രയാണോ നമുക്ക് വേണ്ടത് ആ ഭാഗം വെച്ചിട്ട് ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് ഓഡിയോ ആഡ് ചെയ്യണം. ഇതിന് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഓഡിയോ ഉണ്ട്. അതും ഇതുപോലെ തന്നെ ഞാൻ വലിച്ച് ഓഡിയോ പോർഷനിലേക്ക് നിങ്ങൾ കാണാൻ പറ്റും. ഇവിടെ A1 A2 ഇത് V1 V2. V എന്ന് പറയുന്നത് വീഡിയോയും A എന്ന് പറയുന്നത് ഓഡിയോയുമാണ്. ഇനി നമുക്ക് ഓഡിയോ കുറച്ച് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ ഓഡിയോ ലൈൻ ഇനിയും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ റൈറ്റ് ബട്ടൺ അടിച്ച് ഇവിടെ ഇൻസേർട്ട് ട്രാക്ക് കൊടുത്ത് ആഡ് ചെയ്യാൻ പറ്റും. അതന്നെ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ വേണോ താഴെ വേണോ എന്നെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്നും ഡിസൈഡ് ചെയ്യാം. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല, ക്യാൻസൽ ചെയ്യുന്നു. അതേപോലെ തന്നെയാണ് വീഡിയോയും. ഞാൻ ഇത് ഇവിടെ നിന്നും ഡ്രാഗ് ചെയ്ത് ഇതുപോലെ ഇവിടെ വെക്കുന്നു. ഇനി ഇതും അതേപോലെ നമ്മുടെ വീഡിയോ ഇതുവരേക്കുമുള്ളൂ, ഓഡിയോ ഇതുവരേക്കുമുണ്ട്. ഞാൻ ഓഡിയോയും കട്ട് ചെയ്യണം. അതിനു വേണ്ടി സൂം ചെയ്ത് നമ്മുടെ കർസർ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ബാക്കി ഭാഗം കട്ട് ചെയ്യുന്നതിന് വേണ്ടി ടൂൾ എടുക്കുന്നു, കട്ട് ചെയ്യുന്നു. വീണ്ടും ഇത് സെലക്ട് ചെയ്യുന്നു, ഇത് ക്ലിക്ക് ചെയ്യുന്നു, ഇത് ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് രണ്ടും വീഡിയോയും ഓഡിയോയും ഇതിലേക്ക് ആഡായി ആവശ്യമുള്ള ഭാഗം എടുത്ത് ബാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യണം. അതായത് നമുക്ക് ഇത് രണ്ടും കൂടി യോജിപ്പിച്ച് ഒരു വീഡിയോ ആക്കണം. അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുൻപ് ഒരു കാര്യം, ഇതിലെ എഡിറ്റിംഗ്, അതായത് നമുക്ക് മോഷൻ അതേപോലെ ട്രാൻസാക്ഷൻ എന്നിവയെല്ലാം വേറെ വേറെ വീഡിയോയിലായിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് സിമ്പിൾ എഡിറ്റിംഗ് ആണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ ഇനി ഈ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുൻപ് ഒരു കാര്യം, ഈ വീഡിയോക്ക് ഇവിടെ ഓൾറെഡി വോയിസ് ഉണ്ട്, അതായത് സൗണ്ട് ഉണ്ട്. നിങ്ങൾ കാണാൻ പറ്റും ഇത് ഓഡിയോയും വീഡിയോയും കൂടിയാണുള്ളത്. ഇതിന് വീഡിയോ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യുന്ന വീഡിയോ മാത്രം മതി. ഓൾറെഡി ആ വീഡിയോയുടെ കൂടെയുള്ള ഓഡിയോ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ അടിച്ച് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അൺഗ്രൂപ്പ് ക്ലിപ്സ്. അല്ല എന്നുണ്ടെങ്കിൽ Ctrl+Shift+G അടിച്ചാലും മതി. ഞാൻ അൺഗ്രൂപ്പ് ക്ലിക്സ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയി. ഇനി നമുക്ക് ഈ ഓഡിയോ സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുക്കാം. ഇത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് നീക്കി വെക്കുന്നു. ഇനി നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഈ റെൻഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങൾക്ക് ഏത് ഫോർമാറ്റിലാണോ വേണ്ടത്, ഞാനിവിടെ MP4 സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ക്വാളിറ്റി ഞാനിവിടെ ഏറ്റവും ലാസ്റ്റിലേക്ക് വെക്കുന്നു. അതിനുശേഷം ഇവിടെ റീസ്കെയിൽ എന്നത് ക്ലിക്ക് ചെയ്ത് ഇതിപ്പോൾ ഇവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇതിൻ്റെ സൈസ് ഇത് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ 1920x1080. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വന്ന് നിങ്ങൾക്കിവിടെ ഫയൽ നെയിം എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫയൽ നെയിം കൊടുക്കാം. ഞാനിവിടെ SMText എന്ന് കൊടുത്ത് വീഡിയോ റെൻഡർ ടു ഫയൽ എന്നത് ക്ലിക്ക് ചെയ്യുന്നു. ഇത് നോർമലായിട്ട് നിങ്ങൾക്കിവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. യൂസേഴ്സിൽ നമ്മുടെ വീഡിയോസ് എന്ന ഫോൾഡറിലാണ് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വരിക. നിങ്ങൾക്കത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാറ്റി കൊടുക്കാം. ഞാനത് മാറ്റുന്നില്ല, ഞാൻ റെൻഡർ കൊടുക്കുന്നു. ഇനി ഞാൻ ഇത് റെൻഡറായി കഴിഞ്ഞതിന് ശേഷമുള്ളതേ കാണിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഓൾറെഡി റെൻഡറായി കഴിയാനായി.
റെൻഡറിങ് ഓൾറെഡി ഫിനിഷ്ഡ് ആയി. ഇനി നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കാം. അതിന് മുമ്പ് ഞാനിത് ജസ്റ്റ് ക്ലിയർ അടിക്കുന്നു, ക്ലോസ് ചെയ്യുന്നു. നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് നിങ്ങൾക്ക് ഇടയിൽ വെച്ച് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് സേവ് ചെയ്യാം. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് നോക്കാം. ഞാനിതിവിടെ ക്ലോസ് ചെയ്യുന്നു. സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്, വേണ്ട. ഇനി നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് നോക്കാം. ഇതാണ്. ഞാനിത് ഇവിടെ നിന്നും കട്ട് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്യിച്ച് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും. ആ രണ്ട് വീഡിയോയും ജോയിൻ ആയി കഴിഞ്ഞു. ഞാൻ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. Kdenlive എന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലേക്ക് ഫയലുകൾ ആഡ് ചെയ്യുന്നതും അത് ട്രിം ചെയ്യുന്നതും റെൻഡർ ചെയ്യുന്നതുമെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിലെ ബാക്കി കാര്യങ്ങൾ നമുക്ക് വേറെ വീഡിയോകളിലായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.